കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ സഭയും പ്രവാസ ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വെബിനാർ വൻ പങ്കാളിത്തത്തോടെ സമാപിച്ചു. സൂം പ്ലാറ്റ്ഫോമിലൂടെ നടന്ന വെബിനാറിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രതിനിധികളാണ് ഒത്തുചേർന്നത്. യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വെബിനാറിൽ പങ്കെടുത്തു. UK, അയർലൻഡ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, പോളണ്ട്, ഫിൻലാൻഡ്, മാൾട്ട, ലിത്വാനിയ, സ്ലൊവേനിയ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും. ഇന്ത്യ, ഇസ്രായേൽ, കെനിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളുടെ സാന്നിധ്യവും വെബിനാറിനെ ശ്രദ്ധേയമായ അന്തർദേശീയ കൂട്ടായ്മയാക്കി മാറ്റി. പ്രവാസ ജീവിതത്തിലെ വെല്ലുവിളികൾ, സഭയുടെ പ്രാധാന്യം, ആത്മീയ മൂല്യങ്ങൾ, കുടുംബ ഐക്യം, വിശ്വാസ സംരക്ഷണം എന്നിവയെക്കുറിച്ച് ചർച്ചകൾ നടന്നു. വിദേശ നാടുകളിൽ ജീവിക്കുമ്പോഴും വിശ്വാസവും കുടുംബ ബന്ധങ്ങളും ആത്മീയ പാരമ്പര്യവും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച ഈ വെബിനാർ എല്ലാവരെയും ഏറെ സഹായിച്ചു. UK-യിലെ പ്രമുഖ പൊതുപ്രവർത്തകനും ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്കിന്റെ മുൻ മേയറുമായ ടോം ആദിത്യ വെബിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസ ജീവിതത്തിലെ വെല്ലുവിളികളും സഭയുമായുള്ള ആത്മബന്ധവും സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പങ്കെടുത്തവർക്കിടയിൽ വലിയ പ്രചോദനത്തിനും വഴിയൊരുക്കി. ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ്കുട്ടി ഒഴുകയിൽ എന്നിവർ ആശംസകളും സന്ദേശങ്ങളും പങ്കുവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ജനറൽ കോർഡിനേറ്റർ മിസ്റ്റർ തമ്പി വർഗീസിന്റെ സാന്നിധ്യവും പരിപാടിയുടെ അന്തർദേശീയ പ്രാധാന്യം കൂടുതൽ ശക്തമാക്കി. ഗ്ലോബൽ ടീമിന്റെ മികച്ച ഏകോപനവും പ്രവർത്തന മികവും രാജ്യാന്തര വെബിനാറിന്റെ വിജയത്തിന് പിന്നിൽ നിർണായകമായി. വിലപ്പെട്ട ജീവിതാനുഭവങ്ങളും ആഴമേറിയ പഠനങ്ങളും പങ്കുവച്ചുകൊണ്ട് ടോം ആദിത്യ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ നയിച്ച സെക്ഷനുകൾ വലിയ പ്രചോദനമായി മാറി. കാലിക പ്രസക്തമായ ഈ വിഷയം ചർച്ച ചെയ്യാനായി ഇത്രയും വിപുലമായൊരു രാജ്യാന്തര വെബിനാർ വിജയകരമായി സംഘടിപ്പിച്ച കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ നേതൃത്വത്തെ അത്യന്തം പ്രശംസനീയമായ ചുവടുവയ്പ്പെന്ന് പങ്കെടുത്തവർ വിശേഷിപ്പിച്ചു.